സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ തുടരും. വിവരങ്ങളുമായി സനിസയാണ് ചേരുന്നത്. സനിസ, 9 ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ മഴ കനക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ. അതേ ശ്യാമലി, തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരളത്തിന്റെ വടക്ക് മധ്യ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് വലിയ തോതിൽ മഴ കനക്കുന്നത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യും. മറ്റ് ജില്ലകളിൽ ഇടത്തരം നേരിയ മഴയ്ക്കും സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ ശക്തമായി തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനുമുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അപകട സാധ്യത മുന്നിൽ കണ്ടാൽ അപ്പോൾ തന്നെ അധികൃതരെ അറിയിച്ച് അവിടെ നിന്ന് മാറണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. എന്തായാലും ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഈ രാത്രികാലങ്ങളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ജാഗ്രതാ നടപടികളും സ്വീകരിക്കണം. മഴയ്ക്കൊപ്പം ശക്തമായി തന്നെ കാറ്റും തുടരുന്ന ഒരു സാഹചര്യമാണ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കടപുഴകി വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള, അധികൃതരെ അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും അറിയിപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ശ്യാമലി.